നമ്മളിപ്പോൾ ഡിൻഡി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഹരിത കോക്കനട്ട് റിസോർട്ട് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള റിസോർട്ടിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതാണ്ട് ഈ ബോട്ടിങ് ഈ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ആന്ധ്ര ടൂറിസം റിസോർട്ടിൻ്റെ അകത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ ഒരു ടിക്കറ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. അതിവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ തെങ്ങുകൾ നിൽപ്പുണ്ട്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റ്. ഇവിടെ 10 രൂപയുടെ ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കണം. APTDC അവിടെ ടൂറിസ്റ്റിൻ്റെ കുറേ സ്ഥലങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 10 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇവിടെ നല്ല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ്. 2500 രൂപ പോലുള്ള റൂംസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ നടന്നങ്ങോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൊരു മനോഹരമായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ സ്ട്രൈറ്റായിട്ട് തന്നെ ചെല്ലുമ്പോൾ നമ്മൾ ഗോദാവരി നദിയുടെ ആ ബാങ്കിലേക്കാണ് അല്ലെങ്കിൽ റിവർ സൈഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 ഹൗസ് ബോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ഓപ്പണായിട്ട് ഉള്ള ഒരു ടൈപ്പ് ബോട്ടിലാണ് പോകുന്നത്. അതിൻ്റെ ചാർജ് പെർ ഹെഡ് 80 രൂപയാണ് വരുന്നത്. 80 രൂപയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഒരു ടിക്കറ്റ് ചാർജായിട്ട് ഒരാളുടെ ഈടാക്കുന്നത്. 15 മിനിറ്റ് സമയത്തേക്കാണ്. പിന്നെ അതല്ലാതെ 3000 രൂപയ്ക്കും 6000 രൂപയ്ക്കും ഒക്കെ ഉള്ള പാക്കേജുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തായാലും ബോട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ ഈ സ്ഥലം ഒന്ന് കാണുമ്പോഴേ നമുക്ക് കേരളം തന്നെയാണെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ കോവളത്തൊരു KTDC ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ പോകുന്ന ആ ഒരു രീതിയൊക്കെ തന്നെയാണ് അവിടുത്തെ ആ ഒരു തെങ്ങുംതോട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മൾ പടി ഇറങ്ങി നേരെ ബോട്ടിൻ്റെ എൻട്രൻസ് പോയിന്റിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ബോട്ടിൻ്റെ റിപ്പയറിംഗ് വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് കൂടെ കയറിയാണ് നമ്മൾ മറ്റേ ബോട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇതാണ് ആ ഒരു ബോട്ടിൻ്റെ അകത്തെ കാഴ്ച. 2 ഹൗസ് ബോട്ടുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റും ചാർജുകളൊക്കെ വ്യത്യാസമായിരിക്കും. ഇതിൽ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് 80 രൂപ ഒരാളിന് ആണ് ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവർ കുറേ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഗോദാവരി നദിയിലൂടെ ബോട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ പോകുന്ന സമയത്ത് ഡിണ്ടിയിലേക്ക് വരുന്ന ഒരു പാലം നമുക്ക് കാണാം. ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ മഹേന്ദ്ര റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുതുതായിട്ട് വരുന്ന കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ ലൈനിൻ്റെ ഗോദാവരി നദിക്ക് ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നേരെ കാണുന്ന ആ പാലത്തിൻ്റെ വർക്കാണ്. അതിൻ്റെ ഒരു പില്ലറൊക്കെ ഇളകി വീണതുകൊണ്ട് പുഴയിലേക്ക് വീണതുകൊണ്ട് അതിൻ്റെ വർക്ക് ഇപ്പം സ്റ്റോപ്പായി കിടക്കുകയാണ്. അങ്ങനെ ബോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നു. കുറേ ബോട്ട് ക്ലബ്ബുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം മാംഗ്രോ സഫാരിയുടെ കാര്യം ചോദിച്ചാൽ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്തുണ്ടെന്ന് ആ ബോട്ടിൽ ചേട്ടൻ പറയുകയുണ്ടായി. ഈ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ആലപ്പുഴയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു പ്രതീതി തോന്നും. പല സ്ഥലങ്ങളും. ഇതാണ് ആ പാലം. ഈ പാലത്തിൽ ഇപ്പോൾ ബസ്സുകൾ, വലിയ വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല. ചെറിയ വണ്ടികൾ, കാറ്, ജീപ്പ് പോലെയൊക്കെ ആണ് അതിവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. എന്തോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടിവശം എല്ലാം കവർ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല വീതിയുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ച് പാലത്തിന് വീതി ഉണ്ടെന്നാണ് തോന്നുന്നത്. 1 കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും നീളമുള്ള പാലമാണ് ഗോദാവരി നദിക്ക് കുറുകെയുള്ള പാലം. അങ്ങനെ നമ്മുടെ ബോട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. പാലം ക്രോസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ നമ്മുടെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ. അവർ ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ സ്റ്റാഫാണ്. അവർ തന്നെയാണ് അതിനെ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ ഈ സൈഡിലൊക്കെ ചെയ്യുന്നുണ്ട്. ആന്ധ്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ആന്ധ്രയും തെലങ്കാനയും സെപ്പറേറ്റ് ആയതിനു ശേഷം ആന്ധ്രയുടെ ക്യാപിറ്റലിനോടൊക്കെ അടുത്ത് വരുന്നൊരു സ്ഥലമാണ് ഡിൻഡി എന്ന് പറയുന്നത്. അപ്പം അമരാവതിയിൽ അടുത്ത് വരുന്നൊരു സ്ഥലം എന്ന രീതിയിൽ ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലും ഇവിടെ ഉണ്ട്. വളരെ നല്ല കാലാവസ്ഥയാണ്. വളരെ തെളിഞ്ഞ കാലാവസ്ഥ. ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയുള്ള ഒരു ആംബിയൻസ്.
അപ്പം എല്ലാവരും നമ്മൾ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ പലരും നമ്മൾ ചോദിക്കുകയുണ്ടായി, ഇത് കേരളത്തിലെ പോലെ തന്നെയാണോ ഇവിടെ ഇരിക്കുന്നത്, കേരളം ഇങ്ങനെയാണോ എന്നൊക്കെ. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് താണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് എന്ന ചേട്ടൻ പറയുകയുണ്ടായി. ഇവിടെ ഒരു ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ തന്നെ ഒരു ബോട്ട് ഹൗസൊക്കെ ഉണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, പാലത്തിൻ്റെ അപ്പുറത്തായിട്ട്. നമ്മൾ നമ്മുടെ യാത്ര തിരിച്ച് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് സമയം ആകുന്നു. നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലബ് മഹീന്ദ്ര റിസോർട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. വളരെ വലിയൊരു റിസോർട്ടാണ് ക്ലബ് മഹീന്ദ്രയുടെ ഗിണ്ടിയിലെ റിസോർട്ടെന്ന് പറയുന്നത്. അസോസിയേറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും വളരെ എപ്പോഴെങ്കിലും ക്ലബ് മഹീന്ദ്ര മെമ്പേഴ്സോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലോ ഒക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ക്ലബ് മഹീന്ദ്രയുടെ ഇവിടുത്തെ റിസോർട്ട്. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാ നമ്മൾ തിരിച്ച് ബോട്ട് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നമ്മുടെ കെട്ടുവള്ളങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ഥലത്ത് ഗിണ്ടിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഇത് വരുന്നത്. എനിക്കൊരു മലയാളത്തിൽ ആരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വന്നവർ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ളവരുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ളവർക്കും നമുക്ക് വരാം. ചെന്നൈ വഴി നേരെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ഒരു സ്റ്റേ ചെന്നൈ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് വരാം. ഏകദേശം ഒരു 24 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് നമ്മുടെ തിരിച്ച് ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 20-25 മിനിറ്റോളം നമ്മൾ യാത്ര ചെയ്തു. പടി കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ആന്ധ്രാപ്രദേശ് ടൂറിസം ഗസ്റ്റ് ഹൗസിൻ്റെ ആ ഒരു എൻട്രി പോയിൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്, നല്ലൊരു സംവിധാനത്തിലായിരുന്നു വന്നത്. ഇവിടെ കയറി വന്ന സമയത്ത് കുറേ ബോർഡുകളൊക്കെ കണ്ടു. അതിൽ കേരള ആയുർവേദ മസാജ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. കേരള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. സ്പെല്ലിങ്ങൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പേരോടെ കണ്ടു. പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻസിൻ്റെ ബോർഡുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വിസിറ്റ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.